നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്വീറ്റ് ഉണ്ടാക്കിയാലോ? ഒരാഴ്ച വരെ കേടുകൂടാതിരിക്കുന്നതുമാണ്. അതിനെന്തൊക്കെ വേണമെന്ന് നോക്കാം. പോകാം വീഡിയോയിലോട്ട്. നമ്മളിതാ ഹെൽത്തി ആയിട്ടൊരു സ്വീറ്റ് ഉണ്ടാക്കാൻ പോവുകയാണേ. അതിന് വേണ്ടിയിട്ട് ഇതാ 1 കപ്പ് റാഗിപ്പൊടി എടുത്തിട്ടുണ്ട്. 1 കപ്പ് 1/4 കിലോ ആണ് അതിൻ്റെ കണക്ക്. 1 സ്പൂണ് വെളുത്ത എള്ള്, 1 കപ്പ് തേങ്ങ തിരുമ്മിയത്, ഒരു 100-150 ഗ്രാമോളം ശർക്കര എടുത്തിട്ടുണ്ട്. കാര്യം ശർക്കരയുടെ അളവ് നമുക്കിതിൽ കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല. അത് കാര്യം ഓരോരുത്തരുടെയും കയ്യിലിരിക്കുന്ന പൊടിയുടെ ഫൈബറിൻ്റെ കണ്ടന്റ് അനുസരിച്ചിരിക്കും നമ്മുടെ ശർക്കരപ്പാനിയുടെ അളവ് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ ഒരു 8-9 ബദാമും ഒരു 8-9 കാഷ്യൂനട്ടും എടുത്തിട്ടുണ്ട്. ഇത്രയാണ് നമ്മൾക്ക് മെയിനായിട്ട് വേണ്ട സാധനങ്ങൾ. പിന്നെ റാഗിപ്പൊടി ആയതുകൊണ്ട് തന്നെ ഒരുപക്ഷെ കുട്ടികൾക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ കുറച്ച് അമൃതം പൊടിയും കൂടെ ഞാൻ ആഡ് ചെയ്യും. അത് ചേർക്കാൻ നേരത്തെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആദ്യം നമ്മൾക്ക് ശർക്കര ഒന്ന് പാനിയാക്കി എടുക്കണേ. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഒരു പാനിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കുവാണ്. എന്നിട്ടിതാ 1 കപ്പ് വെള്ളം, ഒരു ചെറിയ കപ്പിന് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് ഓണാക്കാം. നമ്മളിതാ ശർക്കര നല്ലപോലെ പാനിയാക്കി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വെക്കാം. ഞാൻ എന്താ വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടാവട്ടെ. പാൻ നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് ഇതാ ആ എള്ളെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ 1 സ്പൂണ് അതൊന്ന് വറുത്ത് മാറ്റാവേ. നല്ല പോലെ പാൻ ചൂടായിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് ഇട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ വേഗം തന്നെ എള്ള് നല്ലപോലെ വറുത്ത് കിട്ടും. ഒന്ന് പൊട്ടി വരുന്നതാണ് അതിൻ്റെ പരുവേ. നമുക്കതുപോലെ ഒന്ന് വറുത്തെടുക്കാം. എള്ളുതേ നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബദാമും കാഷ്യൂനട്ടും കൂടെ വറുത്തെടുക്കാം. ഇതിൻ്റെ കൂടെ കപ്പലണ്ടി ആഡ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് അത് ആഡ് ചെയ്യാം. പിന്നെ ബദാമും കാഷ്യൂനട്ടും ആണെങ്കിൽ തന്നെ നമ്മൾ കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ ഒന്നുകൂടെ ടേസ്റ്റ് ആണ് കേട്ടോ. അത് 1 കപ്പ് പൊടി വെച്ച് നമ്മൾ ഉണ്ടാക്കുമ്പോഴത്തേന് ഇത്രേ ആവശ്യമുള്ളൂ. ബദാമും കാഷ്യൂനട്ടും നല്ലപോലെ ഫ്രൈ ആക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് ആ പ്ലേറ്റിൽ നിന്ന് മാറ്റാവേ. ഇനി നമ്മൾ ഇതിലേക്ക് ഇടാൻ പോകുന്നത് 1 കപ്പ് തേങ്ങയാണ്. നമ്മൾ ഈ സ്വീറ്റ് ഉണ്ടാക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം ഈ തേങ്ങ ഒന്ന് വറുത്തെടുക്കുന്നതിലാണ്. നമ്മൾ കറക്കൊക്കെ എടുക്കുന്ന പോലെ ബ്രൗൺ കളറായിട്ട് വറുക്കാനും പാടില്ല. എന്നാൽ അതിലുള്ള വെള്ളത്തിൻ്റെ അംശം പൂർണ്ണമായിട്ടും പോവുകയും വേണം എന്ന രീതിയിൽ നമുക്ക് മതി. അപ്പോൾ നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് ഒന്ന് വറുത്തെടുക്കാം. നമ്മൾ ഉണ്ടാക്കണ ഈ സ്വീറ്റ് ഒരാഴ്ച വരെ കേടുകൂടാതിരിക്കും കേട്ടോ. അതാണ് പറഞ്ഞത്. അതിലാദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഉണ്ടാകാൻ പാടില്ല. നമുക്ക് ആകെ വെള്ളത്തിൻ്റെ അംശം ഇതിൽ വരണത് തേങ്ങയിലാണ്. അപ്പോൾ അതൊന്ന് നമ്മൾ നല്ലതുപോലെ വറുത്തെടുത്ത് കഴിഞ്ഞാൽ നമ്മളുണ്ടാക്കുന്നത് ഒരാഴ്ച വരെ കേടുകൂടാതിരിക്കും. മക്കൾക്കൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ കൊടുക്കാൻ പറ്റും. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കായിട്ട് നമുക്ക് എല്ലാ ദിവസവും എടുക്കാനും പറ്റും. പിന്നെ നമ്മൾ ഇതിൽ കൂടുതലാണ് ഉണ്ടാക്കി വെക്കാനായിട്ട് ആഗ്രഹിക്കുന്നതെങ്കിൽ ഇപ്പം ഞാൻ 1.5 കപ്പാണ് പൊടി എടുക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ. 1 കപ്പ് റാഗിയും 1/2 കപ്പ് അമൃതം പൊടിയും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നേരെ കൂടുതലെടുക്കുക. എല്ലാം അളവുകൾ കൂടുതലെടുക്കുക. അതിൽ തേങ്ങയ്ക്ക് നമ്മൾ ഒരു പിശുക്കും കാണിക്കരുത്. തേങ്ങയാണ് ഇതിൽ നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ തേങ്ങ നമ്മൾ 2 കപ്പോളം ചേർക്കണം, കൂടുതലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ. അപ്പോൾ അതേ നമ്മുടെ തേങ്ങ വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയി നല്ലപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന റാഗിപ്പൊടി അത് 1 കപ്പ് ചേർത്തിട്ടുണ്ട്. അതിലേക്ക് ഇതാ 1/2 കപ്പ് അമൃതം പൊടിയാണ്. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടി നമ്മൾ വറുത്തെടുക്കാൻ നേരത്ത് തീ നല്ല സ്ലിമ്മിൽ ഇട്ടിട്ട് വേണം വറുത്തെടുക്കാൻ. അല്ലെങ്കിൽ പെട്ടെന്ന് പൊടി കരിഞ്ഞു പിടിക്കാൻ ചാൻസ് കൂടുതലാണ്. ഇനി ഇതിലേക്ക് നമ്മളൊരു 2 സ്പൂണോളം നെയ്യ് ആഡ് ചെയ്യുവാണേ. ഒരു 2 സ്പൂണോളം നെയ്യ് ഇട്ടിട്ടുണ്ട്. നമുക്ക് ആ നെയ്യിലിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിൻ്റെ ഒരു പൊടിയുടെ ഒരു പച്ച ടേസ്റ്റ് മാറുന്നവരൊന്ന് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാവേ. നമ്മളിത് പൊടി നല്ലതുപോലെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിതിലേക്ക് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിരുന്ന ശർക്കര പാനില്ലേ അത് കുറേശ്ശെ ഒഴിച്ച് നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. നമുക്ക് കൈ കൊണ്ടൊന്ന് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന പരുവത്തിൽ ആണ് വേണ്ടത്. അതിനനുസരിച്ച് നമുക്ക്
ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കണം. നമ്മൾ ആദ്യം വറുത്ത് വെച്ചിരുന്ന തേങ്ങ, വറുത്ത് വെച്ചിരുന്ന കാഷ്നട്ടും ബദാമും കൂടെ ഞാനൊന്ന് ക്രഷ് ചെയ്തിട്ടുണ്ട്. അത് വറുക്കുന്നത് നമുക്ക് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. സ്റ്റൗ ഞാനിപ്പോൾ ഓഫ് ചെയ്തിട്ടുണ്ട്. കാര്യം നമുക്ക് മിക്സ് ചെയ്താൽ മാത്രം മതി. ഞാൻ ബാക്കി ഒരു സ്പൂണോളം ശർക്കരപ്പാനി കൂടെ ഉണ്ട്, അതും കൂടെ ആഡ് ചെയ്യുവാണ്. അപ്പോൾ നമ്മൾ എടുത്ത ശർക്കരയും കറക്റ്റ് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് പാനിയാക്കിയതും കറക്റ്റാണ്. ഇത്രയും മതി. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതിനി ഇവിടെ ഇരിക്കട്ടെ. ചൂടാറിയതിന് ശേഷം നമുക്ക് ബാക്കി ചെയ്യാം. നമ്മളിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച നെല്ലില്ലേ, അതും കൂടെ ചേർക്കാം. എന്നിട്ട് നമുക്ക് കൈ കൊണ്ട് നല്ലതുപോലെ മിക്സാക്കി കൊടുക്കണേ. നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റുന്ന നല്ല ചൂടുണ്ട്, ആ ചെറിയ ചൂടോട് കൂടെ തന്നെ കുഴച്ച്. ഇനി നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാവേ. നമ്മൾ ഒരു കാഷ്നട്ടും കൂടെ വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടി നല്ല ഷേപ്പാക്കി എടുക്കുന്നുണ്ട്. ഇതേപോലെ നമുക്ക് എല്ലാം റെഡിയാക്കി എടുക്കാവേ. ഞാൻ ഇതിനു മുന്നേ അമൃതം പൊടി മാത്രം വെച്ചിട്ട് ഇതേപോലെ ലഡു ഉണ്ടാക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അതും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമായി. ഞാൻ 2-3 പ്രാവശ്യം വീണ്ടും വീണ്ടും ഉണ്ടാക്കി കൊടുക്കേണ്ടി വന്നു അവർക്ക്. കാര്യം അവർക്ക് അത്രയ്ക്ക് ഇഷ്ടമായി. സ്കൂൾ വിട്ട് വരുമ്പോഴത്തേന് എന്തായാലും മക്കൾക്ക് എന്തെങ്കിലും കഴിക്കാനായിട്ട് വേണം. അപ്പോൾ ഇതേപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് നമ്മളെന്തെങ്കിലും ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ അവർ കഴിച്ചോളും. അമൃതം പൊടിയിലും ഒന്നും കൂടെ ഹെൽത്തിയാണ് നമ്മുടെ റാഗി വെച്ചിട്ടുള്ളത്. സാധാരണ റാഗി നമ്മൾ ദോശ ഉണ്ടാക്കിയാലും പുട്ടുണ്ടാക്കിയാലും അതിൻ്റെ ടേസ്റ്റ് മക്കൾക്ക് ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി കൊടുത്താൽ മതി. നമുക്ക് ഇതേപോലെ എല്ലാം ഒന്ന് ഷേപ്പ് എടുക്കാമേ. അങ്ങനെ ഇതാ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് റെഡിയായി കഴിഞ്ഞ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് നമുക്ക് വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റിയത് തന്നെയല്ലേ. അപ്പോൾ മക്കൾക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കൊടുക്കുകയും ചെയ്യാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.